കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1740 ആണ്. സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ടാർജറ്റ് വെച്ചാലോ. 1.2K ലൈക്സ് ആണ് നമ്മൾ ഈ വീഡിയോക്ക് വെക്കുന്ന ടാർജറ്റ്. വൺ പീസ് ഫാൻസ് എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാര്യം എല്ലാ വീക്കിലും വൺ പീസിന്റെ ചാപ്റ്റേഴ്സ് ഇറങ്ങാൻ നേരത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്പോയിലേഴ്സ് റിലീസ് ചെയ്യാൻ നേരത്തും അതിന്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് നമ്മൾ ബോറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ മാംഗ എക്സ്പ്ലനേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർ എന്തായാലും ചെക്കൗട്ട് ചെയ്തേക്ക്. ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അങ്ങനെ ചാപ്റ്ററിന് തുറക്കൽ നമ്മുടെ ഹൂഹുവിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഉൾട്ടീനെ ഒരു സ്ഥാനത്ത് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ സർക്കസിലൊക്കെ കത്തിറിയല്ലേ, അതേപോലെ അവളെ കെട്ടിയിട്ടിരിക്കുവാണ്. എന്നിട്ട് അവളുടെ നേരെ കത്തിയും എറിയുന്നുണ്ട്. ഇനി ചാപ്റ്ററിലേക്ക് നേരിട്ട് പോകുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഗവാനും അതേപോലെ റോഡ് ലൂഫിയും ബാക്കിയുള്ളവരൊക്കെ നിൽപ്പുണ്ട്. ലൂഫി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ആ താക്കോൽ ഇങ്ങോട്ട് തന്നാൽ പോലെ. എടുത്ത ബാക്കി നമ്മുടെ ഗവാനും ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി, നിങ്ങൾക്ക് ഈ താക്കോൽ എടുക്കാനുള്ള ധൈര്യമില്ല? ഇത് കേട്ട ലൂഫി ദേഷ്യം വന്നിട്ട് നേരെ പുള്ളിയുടെ നേരെ ചാടി ചെല്ലുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ സോറോ കൊളോന്റെ വാക്കുകളാണ് ആലോചിക്കുന്നത്. അതായത് കൊളോൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അച്ഛന് ഈ എൽബഫിലെ വാരിയസിനെ പോലും പേടിയില്ല. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഒരു പൈലറ്റും ആയിരുന്നു. ഗബാന്റെ നേരെ പുള്ളിക്കാരൻ കൈ നീട്ടി ആ താക്കോൽ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗബാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ഡോഡ്ജ് ചെയ്യും. ലൂഫി ഇത് ആലോചിച്ചിട്ട് നേരെ കുറെ ഗാറ്റ്ലിംഗ് ഗൺ പോലെ തന്നെ ആ താക്കോൽ പിടിക്കാനുള്ള ശ്രമം നടക്കും. പക്ഷേ നമ്മുടെ ലൂഫിക്കാരുടെ ഭയങ്കര ധൃതിയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ആ താക്കോൽ ഇങ്ങോട്ട് തന്നാൽ പോരെ, എന്നിട്ട് വേണം ലോക്കിനെ ഫ്രീ ആക്കിയിട്ട് ഞങ്ങൾക്ക് നേരെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഒന്ന് എടുത്തു. ഇതിൽ ഇറിറ്റേറ്റ് ആയ നമ്മുടെ ലൂഫി നേരെ നമ്മുടെ ഗബാന്റെ നേരെ കൈ നീട്ടുന്നുണ്ടെങ്കിലും അത് ഡോഡ്ജ് ചെയ്ത് പുള്ളിക്കാരൻ നേരെ മേലിലേക്ക് ചാടുന്നുണ്ട്. എന്നിട്ട് ആ കീനെ ഹാക്കിക്കൊണ്ട് കോട്ടും ചെയ്യും. അടുത്തൊരു അറ്റാക്ക് നമ്മുടെ ലൂഫിയുടെ തലക്കായിരുന്നു. ആ ഭാഗത്തുള്ള എല്ലാ സ്ഥലവും പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും ചെയ്യും. കാരണം അത് ഹാക്കിക്കൊണ്ട് കോട്ടും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയ നമ്മുടെ നാമി ലൂഫിനെ കിടന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ലൂഫി അതിന്റെ അകത്ത് ചാടിയിട്ട് പുള്ളിക്കാരനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. നിന്റെ ഇരിക്കുന്ന സ്ട്രോ ഹാറ്റ് കൊള്ളാലോ, നിന്റെ ഹെൽമെറ്റിനെ കടും ആ സ്ട്രോ ഹാറ്റിനാണല്ലോ കുറച്ചുകൂടെ ഭംഗി, നിനക്ക് അത് വെച്ചാൽ പോരെ. എന്നിട്ട് നമ്മുടെ ലൂഫി ആ താക്കോൽ എടുക്കാനുള്ള പണി തുടങ്ങുന്നുണ്ട്. ലൂഫി വീണ്ടും ഗാറ്റ്ലിംഗ് ഗൺ പോലെ തന്നെ ആ താക്കോൽ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പുള്ളി പറയുന്നുണ്ട്, അതിന്റെ ട്രഷറാണ്, ഷാങ്സ് എനിക്ക് അതൊക്കെ അവിടെ എനിക്കിടെ ആദ്യം ആ താക്കോലും കിട്ടുതാ. എന്ത്, ആ ഷാങ്സ് നിനക്ക് ചുമ്മാ തന്നു? അത് കൊള്ളാം, അവന് അത്രയും ബോധമുള്ള. അപ്പോൾ തന്നെ ലൂഫി കടന്ന് കാറുന്നുണ്ട്. കാര്യം പുള്ളി കാണാൻ നന്നായിട്ട് ദേഷ്യം വന്നു. അല്ലെങ്കിൽ നിനക്ക് എന്തറിയാം ഷാങ്സിനെ കുറിച്ച്, നിനക്ക് ഒരു കുന്നു പറയാൻ മേലെ വെറുതെ കിടന്ന് കാറില്ല. ഇത് കേട്ടിട്ട് നമ്മുടെ ഗബാൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് താക്കോലല്ലേ വേണ്ട, അതിന് ഇത്ര കിടന്ന് വായത്താളം അടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൂഫിയുടെ വായിലേക്ക് തന്നെ ആ ഒരു താക്കോല് ചവിട്ടി കുത്തി കയറ്റും. എന്നിട്ട് ആ താക്കോലിനെ ലൂഫിനും കൂടെ ചവിട്ടി ബാക്കിലേക്ക് ഇട്ടിട്ട് പുള്ളിക്കാരന്റെ ആക്സുകൾ എടുക്കുന്നുണ്ട്. ഇതേസമയം സോറി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ആ ആക്സിൽ മുറുക്കി പിടിച്ചിട്ട് പുള്ളിക്കാരൻ തന്റെ ഫസ്റ്റ് നെയിംഡ് അറ്റാക്ക് യൂസ് ചെയ്യും. ലൂഫിക്ക് ഈ ഒരു അറ്റാക്ക് പന്തിയോട് മനസ്സിലായി പുള്ളിക്കാരൻ ഞെട്ടി തെളിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം സോറോയും കിടന്ന് കാറുന്നുണ്ട്. ലൂഫി അത് എങ്ങനെയെങ്കിലും നീ ഡോഡ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ ഗവാൻ പുള്ളിക്കാരൻ ആ അറ്റാക്ക് ചെയ്യും. ഹ്യൂജ് ആയിട്ടുള്ള ഒത്തിരി അധികം അറ്റാക്സ് ആയിരുന്നു നമ്മുടെ ലൂഫിയുടെ നേരെ വന്നത്. ലൂഫിനെ രക്ഷിക്കാൻ വേണ്ടി സോറോ അവിടെ കയറിയിട്ട് ഒരെണ്ണം ബ്ലോക്കും ചെയ്യുന്നുണ്ട്. അത് എന്തുമാത്രം വലിയ പവർഫുൾ ഉള്ള അറ്റാക്ക് ആണെന്ന് നമുക്ക് നൈസ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ആ ഒരു ക്യാസിലില്ലേ, ആ ക്യാസിലിനെ വെച്ച് നമ്മുടെ ലൂഫിനെ കമ്പയർ ചെയ്യാൻ നേരത്ത് ലൂഫി ഒരു ഉറുമ്പിന്റെ അത്രയേ ഉള്ളൂ. ആ ക്യാസിലിന് തന്നെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ് താഴത്തേക്കും വീഴുന്നത്. ഗവാൻ സോറോനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അവന് കിട്ടിയിരുന്ന ക്രൂമേറ്റ്സ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇതേസമയം റോഡും നാമി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം അത്ര ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്കാണ് അവർ കൺമുമ്പിൽ കണ്ടത്. അതിനുശേഷം ലൂഫി തന്നെ ഗിയർ 5 ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സോറോ ആയിട്ട് നമ്മുടെ ഗവാന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ പോകുക. സോ ഇതാണല്ലേ ഞാൻ കേട്ട ആ ഒരു വൈറ്റ് ഫോം. ഇതേ സമയത്ത് തന്നെ ആ ഒരു പൊളിഞ്ഞു വീണ ക്യാസിലിന്റെ ഭാഗം താഴത്തെ ഒരു കാട്ടിൽ വന്ന് നിന്ന് ആ കാടിന്റെ പകുതി ഭാഗം തന്നെ പൊളിഞ്ഞു പോകുന്നത് നമുക്ക് ഇവിടെ. നീ ഒന്ന് സൂക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ലൂഫിയും സോറോ നമ്മുടെ ഗവാന്റെ നേരെ വരാൻ നേരത്ത് ഗവാൻ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. ലൂഫി സോറയും പുള്ളിക്കാരന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വന്ന് വീഴുന്നുണ്ട്. ചുമ്മാ കടന്ന് ഓടിത്തരം കാണിക്കില്ല, മര്യാദ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യും. ഞാൻ ചുമ്മാ തമാശ കാണിച്ചാണ്, വേറെ ഒന്നുമില്ല. അത് കൊള്ളാം തമാശ, ഇപ്പൊ നിങ്ങളതിനെ കൊന്നേന്നൊന്ന് ലൂഫി കിടന്ന് കാർന്നുണ്ട്. പക്ഷെ നീ ഇപ്പോഴും ജീവനോടില്ലേ, നീ മരിച്ചില്ല. നീ ഒന്ന് തിരിഞ്ഞു നോക്കുക, നിന്റെ തൊട്ട് പുറകെ ആ ഒരു കീ കിടപ്പുണ്ട്. ലൂഫി തിരിഞ്ഞു നോക്കാൻ നേരത്ത് ആ കീ അവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് നമ്മുടെ റോഡ് പറയുമ്പോൾ ലൂഫി സോറോ ഇയാള് അപ്പൊ തന്നെ റോഡിനെ നമ്മുടെ ഗബാൻ സ്റ്റോപ്പ് ചെയ്യും. എന്റെ ഹാറ്റും ആ ഒരു ഉടുപ്പ് എടുത്തിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് എൽബഫ് സേഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കാണും എന്ന് പറഞ്ഞിട്ട് ലൂഫി സോറോ അവിടെ കിടന്ന് ഫ്രസ്ട്രേഷൻ അടിക്കുന്നുണ്ട്. കാര്യം വരുന്നില്ല, അവർക്ക് ആ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ എല്ലാ ബുദ്ധിമുട്ടും. ഇതേ സമയത്ത് തന്നെ ഷാങ്സിന്റെ ഗബാന്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട്. അവിടെ ഷാങ്സ് പറയുന്നുണ്ട്, ഗബാൻ നിങ്ങൾ ധൈര്യമായിട്ട് അവനെ വിശ്വസിച്ചോ, പിന്നെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ ഞാൻ അവനെ അത്ര പെട്ടെന്ന് വിശ്വസിക്കുമെന്ന്. അപ്പൊ ഷാങ്സ് പറയുന്നുണ്ട്, എന്താണെങ്കിലും കൊള്ളാം, നീ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ. ഇതേ സമയം കുറെ അധികം ജയൻസ് പിള്ളേർ മേലിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ടീച്ചറെ നോക്കി ഒരു വലിയ പക്ഷി. പക്ഷെ ടീച്ചറെ നോക്കാൻ നേരത്ത് അവിടെ പക്ഷിയൊന്നുമില്ല. ആ ഒരു പക്ഷി നമ്മുടെ ഗുങ്കോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ആരോ ബെഡാണ്. അവരായിട്ട് ഒരു കാടിന്റെ നടുക്കേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, കൊള്ളാം, ഇപ്പൊ ഇവിടെ സ്കൂളുണ്ട്, എന്തായാലും അത് കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് ഗുങ്കോ തന്റെ സമ്മണിങ് റിച്വൽ നടത്തും. അങ്ങനെ അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹാക്കി ക്ലാഷ് ഉണ്ടായിട്ട് അവിടെ 2 പേര് വരുന്നുണ്ട്. അതിൽ ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോ വേണമെങ്കിലും പോകാൻ റെഡിയാണ്. മറ്റൊരാൾ പറയുന്നുണ്ട്, അങ്ങനെയാണോ, എവിടെയാണ് ഞാൻ പോകേണ്ടത്, ഈ ABS എവിടെ? എന്നിട്ട് അവർ 2 പേരെയും കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരാളായിട്ട് ഗോഡ്സ് നൈറ്റിലെ ഹൗസ് ഷെപ്പേഡിലുള്ള സെന്റ് സുമേഴ്സും മറ്റേ ആൾ ഗോഡ്സ് നൈറ്റിലെ ഹൗസ് ലിമോസിലുള്ള സെന്റ് കിലുങ്കമോ. അതിൽ നമ്മുടെ സുമേഴ്സ് ചോദിക്കുന്നുണ്ട്, ഗുങ്കോ നീ എപ്പോഴാണ് എന്റെ മാനറിലേക്ക് വന്നത്? അതുപോലെ ഷാംറോക്കോ ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്? പക്ഷെ
പക്ഷെ അപ്പോഴാണ് അവർ രണ്ടുപേരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവർ എൽബഫിലേക്ക് എത്തി. അവർ രണ്ടുപേരും അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിലാണ് ഗുങ്കോ അവരെ സമൺ ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ കസേരയും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ ഒപ്പം തന്നെ ഇവിടേക്കും വന്നത്. ഷാംറോക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരാളെ സമൺ ചെയ്യാനല്ലേ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ എന്താണ് രണ്ടുപേരും വന്നത്? അത് ക്യാപ്റ്റൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, മേളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ഹോളി ലാൻഡിലെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല. റീസെന്റ് ആയിട്ട് എല്ലാം ആ ഡൗണിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് റിവറിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് ഷാംറോക്ക്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ കറണ്ട് മിഷൻ വിട്ടിട്ട് നിങ്ങൾ എന്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്? അതുമല്ല, ഇതൊരു നോൺ മെമ്പർഷിപ്പ് നേഷൻ അല്ലേ, നിങ്ങൾ എന്താ ഹാർലൻഡ് വല്ല ശവം കാണാൻ വന്നത്? അങ്ങനെ നമ്മുടെ ഗുങ്കോ അവരോട് രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ തെളിച്ച് പറയുന്നുണ്ട്. സുമേഷ് പറയുന്നുണ്ട്, സോ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എല്ലാവരും പിടിച്ചിട്ട് ഹോളിയിലേക്ക് തിരിച്ചു പോകണം. പക്ഷെ ഇവന്മാരൊക്കെ വലുതായതുകൊണ്ട് എവിടെ കെട്ടിവെക്കാനാണ്? അവരുടെ ബാഗിന്റെ അകത്ത് കുത്തി നടക്കേണ്ടി വരും. അവർക്കൊന്നും മാർക്കില്ലാത്തതുകൊണ്ട് ABSന്റെ അകത്തൂടെ അവർക്ക് കടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ഏതെങ്കിലും ഷിപ്പ് കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. അതാവട്ടെ നമ്മുടെ കമ്പനി ഒരു പവർ ഉണ്ടല്ലോ, അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പോവാം. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ ഗുങ്കോ ഇറിറ്റേറ്റ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഗെയിം തന്നെ ക്രിയേറ്റ് ചെയ്താലോ എന്ന് നമ്മുടെ ഷാംറോക്കും പറയുന്നുണ്ട്. അങ്ങനെയാണ് ചാപ്റ്റർ 1140 ഇവിടെ അവസാനിക്കുന്നത്. ഇതും വളരെ ചെറിയൊരു ചാപ്റ്റർ തന്നെയായിരുന്നു. 16 പേജസ് മാത്രമേ ഈ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോയത്. അത് മാത്രമല്ലാതെ നെക്സ്റ്റ് വീക്ക് പ്രത്യേകിച്ച് ബ്രേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് അടുത്ത വീക്ക് തന്നെ നമുക്ക് 1141 കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ആ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.